ആലപ്പുഴ മിഡാസ് ലാബിലേക്ക് ഡിവൈഎഫ്ഐയുടെ പ്രതിഷേധമാണ് പ്രേക്ഷകർ ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത്. ലാബിന്റെ ബോർഡും ബാനറുകളും അടിച്ചു തകർത്തു. വൈകല്യങ്ങളോടെ പിറന്നു വീണ, ജനിതക തകരാറോടെ പിറന്നു വീണ ആ കുഞ്ഞിന്റെ ആദ്യ സ്കാനുകൾ നടത്തിയത് മിഡാസ് ലാബിലായിരുന്നു. ലാബിൽ നടത്തിയ സ്കാനിൽ കുഞ്ഞിന്റെ തകരാറുകൾ കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. ആരോപണം ഉയർന്നതിന്റെ പശ്ചാത്തലത്തിലാണ് മിഡാസ് ലാബിലേക്ക് ഇപ്പോൾ ഡിവൈഎഫ്ഐ പ്രതിഷേധം നടത്തിയിരിക്കുന്നത്. ലാബിന്റെ ബോർഡും ബാനറുകളും ഒക്കെ അടിച്ചു തകർത്തിരിക്കുന്നു. ശരത് എസ് നൽകും വിവരങ്ങൾ. ശരത്ത്, നമ്മുടെ വാർത്തയ്ക്ക് പിന്നാലെ ഇപ്പോൾ പ്രതിഷേധം ഇരമ്പുന്നു. ആദ്യ സ്കാനിംഗ് അവർ നടത്തിയ അനീഷും സുർമയും സ്കാനിങ്ങിന് പോയ മിഡാസ് ലാബിന് നേരെയാണോ പ്രതിഷേധം? സുജയ, അല്പസമയം മുമ്പാണ് ഡിവൈഎഫ്ഐ ഈ മിഡാസ് ലാബിലേക്ക് എത്തിയത്. നിലവിൽ മിഡാസ് ലാബിന് മുമ്പിൽ തന്നെ ഡിവൈഎഫ്ഐ പ്രവർത്തകർ തടിച്ചുകൂടി നിൽക്കുകയാണ്. ലാബിന്റെ ബാനറുകളും ബോർഡുകളും ഒക്കെ തന്നെ പ്രവർത്തകർ അടിച്ചു തകർത്തു. തുടർന്ന് അകത്തേക്ക് കയറാൻ ശ്രമിച്ചെങ്കിലും പോലീസ് ഇവരെ ബാരിക്കേഡ് വെച്ച് തടയുകയാണ് ഉണ്ടായത്. നിലവിൽ ഇപ്പോഴും പ്രവർത്തകർ ഇവിടെ തടിച്ചുകൂടി നിൽക്കുന്നുണ്ട്. വലിയ സംഘർഷത്തിലേക്ക്, അതായത് പ്രധാനമായും ഈ വിഷയത്തിൽ വലിയ പ്രതിഷേധം ഉയരുന്നുണ്ട്. ഈ ഇത്തരത്തിൽ അസാധാരണമായ വൈകല്യം ഉണ്ടായ സംഭവത്തിൽ ഈ രക്ഷിതാക്കൾ ഈ കുട്ടിയുമായി ഇത്തരത്തിൽ സ്കാനിങ്ങിന്റെ ഭാഗമായി ആദ്യം എത്തിയത് ഈ ലാബിലായിരുന്നു. മിഡാസ് ലാബിലും ഒപ്പം ഷങ്കേഴ്സ് ലാബുകളും ആ രീതിയിൽ രണ്ട് സ്വകാര്യ ലാബുകളിലായിരുന്നു സ്കാനിങ്ങുകൾ നടന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ സ്കാനിങ്ങുകളിലൊന്നും തന്നെ ഇത്തരമൊരു വൈകല്യമുള്ളത് സംബന്ധിച്ച് യാതൊരു വിവരവും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ഇത്തരത്തിൽ കണ്ടെത്താൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ ഈ സ്കാനിംഗ് നടത്തിയ ലാബിന്റെ പിഴവാണ് എന്നുള്ളതാണ് ഡിവൈഎഫ്ഐ പ്രധാനമായും ആരോപിക്കുന്നത്. അതിന്റെ ഭാഗമായാണ് ഇന്നിപ്പോൾ ലാബിലേക്ക് ഡിവൈഎഫ്ഐ പ്രവർത്തകർ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചത്. അല്പസമയം മുമ്പ് മാർച്ച് ഇവിടെ എത്തുകയും തുടർന്ന് ബാനറുകളും ഈ ബോർഡുകളും ഈ ലാബിന്റെ ബോർഡുകളും ബാനറും ഉൾപ്പെടെ ഈ ഡിവൈഎഫ്ഐ പ്രവർത്തകർ അടിച്ചു തകർക്കുകയും ചെയ്തു. നിലവിൽ എന്തായാലും ഈ ഷങ്കേഴ്സ് ലാബിലേക്കും ഉൾപ്പെടെ മാർച്ച് സംഘടിപ്പിക്കുമെന്നാണ് പ്രവർത്തകരും അറിയിക്കുന്നത്. ഇന്നലെ മുസ്ലിം ലീഗിന്റെയും അതേപോലെ തന്നെ യൂത്ത് കോൺഗ്രസിന്റെയും ഒക്കെ തന്നെ പ്രതിഷേധം ആശുപത്രിയിലുണ്ടായിരുന്നു. ഈ WNC ആശുപത്രിയിൽ മുസ്ലിം ലീഗും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും പ്രതിഷേധം നടത്തിയിരുന്നു. ഇന്നിപ്പോൾ ഡിവൈഎഫ്ഐ പ്രവർത്തകരും ഈ വിഷയം ഏറ്റെടുത്ത് സമരരംഗത്തേക്ക് വരികയാണ്. എന്തായാലും വലിയ സമരം ഇതുമായി ബന്ധപ്പെട്ടുണ്ടാകുന്നു. വലിയ പ്രതിഷേധം ഡിവൈഎഫ്ഐ പ്രവർത്തകരുടെ ഭാഗത്തുനിന്ന് ഉൾപ്പെടെ ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. എന്തായാലും ഡിവൈഎഫ്ഐ പ്രവർത്തകരുടെ പ്രതികരണം നമുക്ക് ഈ വിഷയത്തിൽ തേടാവുന്നതാണ്. വലിയ രൂപത്തിലുള്ള ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും പ്രതിഷേധം കെട്ടടങ്ങിയിട്ടില്ല. വരും ദിവസങ്ങളിലോ അല്ലെങ്കിൽ ഈ ഷങ്കേഴ്സ് ലാബിലേക്ക് ഉൾപ്പെടെ പ്രതിഷേധവുമായി മുന്നോട്ട് പോകുമെന്നുള്ളതാണ് എന്തായാലും ഇവർ അറിയിക്കുന്നത്. നിലവിൽ എന്തായാലും പ്രതിഷേധം ഇതിന്റെ ഭാഗമായി തന്നെ ഈ വാർത്ത വന്നതിന് പിന്നാലെ തന്നെ ലാബിനെതിരെയും ഒപ്പം ഈ ആശുപത്രിക്കെതിരെയും വലിയ പ്രതിഷേധങ്ങൾ ഉയരുന്നുണ്ട്. ആലപ്പുഴയിലാണ് മിഡാസ് ലാബിലേക്ക് ഡിവൈഎഫ്ഐയുടെ പ്രതിഷേധം നടന്നത്. ബോർഡും ബാനറുകളും ഒക്കെ തകർത്തിരിക്കുകയാണ്. ഇതിന് മുന്നാലെയായി ഒട്ടനവധിയായ പരാതികളുണ്ട്. റിപ്പോർട്ടറാണ് ജനിതക വൈകല്യത്തോടെ അനീഷിനും സുർമിക്കും കുഞ്ഞ് പിറന്ന വാർത്ത പ്രേക്ഷകരിലേക്ക് എത്തിച്ചത്. ഞങ്ങളുടെ പ്രതിനിധി ശരത് എസ് പുറത്തു കൊണ്ടുവന്ന ആ വാർത്തയിന്മേൽ ഇപ്പോൾ ലാബിൽ നടന്ന പരിശോധനയുടെ അപാകതയടക്കം ചൂണ്ടിക്കാട്ടിക്കൊണ്ടുള്ള പ്രതിഷേധമാണ് ആലപ്പുഴയിൽ അരങ്ങേറുന്നത്. അതാണ് പ്രേക്ഷകർ കണ്ടത്. തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വനിതാ ശിശു ആശുപത്രിക്ക് തൊട്ടടുത്തുള്ള ലാബുകൾ, ആ ലാബുകളിൽ പോയി സ്കാനിംഗ് ചെയ്യേണ്ടി വരുന്ന ദുരവസ്ഥയാണ് അവിടെയുള്ള കുടുംബങ്ങൾക്ക് ഉണ്ടായിരുന്നത്, അവിടെ എത്തുന്ന ഗർഭിണികൾക്കുണ്ടായിരുന്നത്. അതിലെ പരിശോധനയിലെ ഗുരുതരമായ പാകപ്പിഴയാണ് ആ കുഞ്ഞിന് വൈകല്യങ്ങളോടെ ജനിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാക്കിയത് എന്നതാണ് കുഞ്ഞിന്റെ അച്ഛനും അമ്മയും ഉയർത്തുന്ന ആരോപണം.